ഇന്നെനിക്ക് വിശ്വാസമുണ്ട് നിതീഷ് കുമാർജി ചെയ്ത ആ പ്രവർത്തനത്തിൽ നമ്മുടെ യശസ്വിയായ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ശ്രീ സാമ്രാട്ട് ചൗധരിജി അതിനെ വളരെ വേഗത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇന്ന് ഇത് എനിക്കും അഭിമാനത്തിന്റെ നിമിഷമാണ്. രാജ്യത്തിന്റെ യശസ്വിയായ പ്രധാനമന്ത്രി ആദരണീയനായ നരേന്ദ്രമോദിജിയും ആദരണീയനായ നിതീഷ് ഗോഡ്രിജിയും ആദരണീയനായ നിതീഷ് കുമാർജിയുടെയും നരേന്ദ്രമോദിയുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്ന വിശ്വാസം എന്നിൽ അർപ്പിച്ചിരിക്കുന്നു. സാമ്രാട്ട് ചൗധരി ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. നിലവിൽ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരിയെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് ആദ്യം BJP നിയമസഭാ കക്ഷി നേതാവായതിനു ശേഷം, അതായത് നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു തരത്തിൽ ഉറപ്പാവുകയും അതിനുശേഷം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷികളിലെയും മുതിർന്ന നേതാക്കളും MLA-മാരും സന്നിഹിതരായിരുന്ന NDA നിയമസഭാ കക്ഷിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പേരിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. സാമ്രാട്ട് ചൗധരി ഒടുവിൽ ബീഹാർ മുഖ്യമന്ത്രിയായത് എന്തുകൊണ്ട് എന്നതിന് പിന്നിലെ BJPയുടെ തന്ത്രം ഇതാണെന്ന് പറയപ്പെടുന്നു. BJP തൽക്കാലം ഏതെങ്കിലും പുതിയ മുഖത്തോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ഏതെങ്കിലും പഴയ നേതാവിലോ ഒരു പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കാത്തത് കാരണം യഥാസ്ഥിതി നിലനിർത്തുന്നതിലൂടെ ഒരു തരത്തിൽ നിതീഷ് കുമാറിൻ്റെ വോട്ടർമാരെ കൂടെ നിർത്താൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നു. കാരണം അവർക്കറിയാം നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രീതിയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നതിനും ശേഷം അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് NDAയുടെ ഒരു വലിയ വോട്ടർമാരുടെ കൂട്ടായ്മയിൽ വലിയ നിരാശയുണ്ടെന്ന സത്യം അവർക്ക് ബോധ്യമുണ്ട്. ഈ സത്യം അംഗീകരിച്ചുകൊണ്ടാണ് BJP സാമ്രാട്ട് ചൗധരിക്ക് ബീഹാറിൻ്റെ കിരീടം നൽകിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ തൽക്കാലം ഏതെങ്കിലും പുതിയ രാഷ്ട്രീയ എക്സ്പെരിമെൻറ്റിന് പകരം ഒരു തരത്തിൽ കണ്ടിന്യൂയിറ്റി തുടരണമെന്നും കണ്ടിന്യൂയിറ്റി നിലനിർത്തണമെന്നും അവർക്ക് തോന്നുന്നു. സാമ്രാട്ട് ചൗധരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർച്ചയായും BJPയുടെ ഒരു പുതിയ മുഖമാണ്. ഇതിനു മുൻപ് അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം വർഷങ്ങളോളം RJDയിൽ ഉണ്ടായിരുന്നു. RJD ഒരിക്കൽ അദ്ദേഹത്തെ മന്ത്രിയാക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് പ്രായപൂർത്തിയാകാത്തതിനാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ജനതാദളിലും ഒരിക്കൽ നിയമസഭാ കൗൺസിൽ അംഗമായിരുന്ന സമയത്ത് വിമതനായതിനാൽ, അതായത് ജിതൻ റാം മാഞ്ചിയുടെ കൂടെയും BJPയുടെ കൂടെയും പോയതിനാൽ അദ്ദേഹത്തിൻ്റെ അംഗത്വവും റദ്ദാക്കപ്പെട്ടിരുന്നു. അംഗത്വം നഷ്ടപ്പെടേണ്ടി വന്നിരുന്നു. എന്നാൽ BJPയിൽ അദ്ദേഹത്തിനുണ്ടായ ഉയർച്ച കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും എവിടെയോ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് പാർട്ടിയുടെ ജനപിന്തുണ, പ്രത്യേകിച്ച് NDAയുടെ ജനപിന്തുണയെ ഒരുമിച്ച് നിർത്താൻ കഴിയുമെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സാമ്രാട്ട് ചൗധരി താരാപൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരരംഗത്തുണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇദ്ദേഹത്തെ ഒരു തവണ ജയിപ്പിച്ചു വിടൂ എന്ന്. ഞാൻ ഇദ്ദേഹത്തെ വളരെ വലിയൊരു മനുഷ്യനാക്കും. നിങ്ങൾ വിശ്വസിക്കൂ, സമ്രാട്ട്ജിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കൂ. മോദിജി സമ്രാട്ട്ജിയെ വലിയൊരു മനുഷ്യനാക്കും. അപ്പോൾ അമിത് ഷാ തൻ്റെ വാക്ക് പാലിച്ചുവെന്ന് നിങ്ങൾക്ക് പറയാം. ജനതാദൾ യുണൈറ്റഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൽക്കാലം നിതീഷ് കുമാറിൻ്റെ മകൻ നിശാന്ത് പാർട്ടിയുടെ കാര്യങ്ങളിൽ സജീവമായിരിക്കും. പക്ഷേ സർക്കാരിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലം പാർട്ടിയുടെ 2 മുതിർന്ന നേതാക്കളും നിതീഷ് മന്ത്രിസഭയിൽ വർഷങ്ങളായി മന്ത്രിമാരുമായ വിജയ് ചൗധരിയെയും വിജേന്ദ്ര യാദവിനെയും ഉപമുഖ്യമന്ത്രിമാരാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്.